ഹലോ മൈ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് എൻ്റെ സ്പെഷ്യൽ ടെൻഡർ കോക്കനട്ട് ജ്യൂസാണ്. ഈ വേനൽ സമയത്ത് വളരെ രുചികരമായ ഒരു ഇളനീര് ജ്യൂസാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ പിന്നെ അതിനാവശ്യമായിട്ട് ഞാൻ ഒരു കരിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ അതിലുള്ളിലുള്ള പൾപ്പ്. നമ്മൾക്ക് ഇനിയും ജ്യൂസ് അധികം ആവശ്യമുണ്ടെങ്കിൽ ഇനിയും കരിക്കും അതിൻ്റെ വെള്ളവും ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ ഇത് കരിക്കൻ വെള്ളമാണ്. ഇത് നമ്മൾ ജാറിലോട്ടേക്ക് ഒഴിച്ചു അതിൻ്റെ ഉള്ളിലുള്ള കരിക്കും കൂടി ഇതിലോട്ടേക്ക് ചേർക്കാം. പിന്നെ ഞാൻ ഒരു ഏലക്കായി എടുത്തിട്ടുണ്ട്. ഏലക്കായിൻ്റെ ഉള്ളിലുള്ള കുരു മാത്രമാണ് ഇത്. അപ്പോൾ ഇതിന് ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത്രമാത്രം പഞ്ചസാര, ഒരു 3 സ്പൂണ് പഞ്ചസാരയാണ്. വെള്ളത്തിന് മധുരം അധികം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാവുന്നതാണ്. പിന്നെ 3 സ്കൂപ്പ് വാനില ഐസ്ക്രീം ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു ടേസ്റ്റും കൂടിയാണ് വാനില ഐസ്ക്രീം ഒക്കെ ചേർക്കുമ്പോൾ. പിന്നെ ഐസ് ക്യൂബും കൂടി ചേർക്കാം. തണുപ്പ് എത്രമാത്രം വേണോ അത്രമാത്രം ഐസ് ക്യൂബ് ചേർത്താൽ മതി. ഇനി ഇത് നല്ലപോലെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരണം. നല്ലപോലെ അരയണേ. എന്നിട്ട് അത് ഗ്ലാസ്സിലോട്ടേക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഈസി അല്ലേ. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പാലും കൂടി ചേർക്കാം. പാലും പിന്നെ ചെറിയ പഴവും കൂടി ചേർക്കാം. അപ്പോൾ ഒന്നും കൂടി കുറച്ചുകൂടെ കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ ഈ ടെൻഡർ കോക്കനട്ട് ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പോൾ ഈ വേനൽക്കാലത്ത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുതേ. എല്ലാവർക്കും ഷെയറും കൂടി ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾ വേണമെങ്കിൽ നിഷ വൈബ്സ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.